ഗൈസ്, അപ്പം ബീച്ചിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ പൊക്ലായ് ബീച്ച്. നല്ല ബീച്ചാണ്, നിങ്ങളൊക്കെ കണ്ടു നോക്കണം. ഹായ് ഫ്രണ്ട്സ്, ഇന്നെൻ്റെ വീഡിയോ നമ്മുടെ സ്വന്തം പൊക്ലായ് ബീച്ചിനെ കുറിച്ചാണ്. പൊക്ലായ് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരുവിധം ആളുകൾക്ക് നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. നമ്മളെ പൊക്ലായ് ബീച്ച് നവീകരിച്ചതിന് ശേഷം അന്ന് നമ്മളെ 24 ന്യൂസിലൊക്കെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, നമ്മളെ പൊക്ലായ് ബീച്ച് നവീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ തന്നെ ഒരുവിധം ആളുകളൊക്കെ അറിഞ്ഞ് പൊക്ലായ് ബീച്ചിൽ ഇന്ന് ഒരുപാട് ജനങ്ങളാണ് ഓരോ ദിവസവും പൊക്ലായ് ബീച്ച് കാണാനായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ അടുത്തൊരു ഞായറാഴ്ച ഞാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ഉണ്ടായി ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തോരം ആളുകളെന്ന് നോക്കി ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ പൊക്ലായ് ബീച്ചിൽ വന്നിട്ട് അവരെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂളിമുട്ടംകാർക്ക് വളരെ അത്യാവശ്യമായിരുന്നു ഇങ്ങനത്തെ ഒരു തീരം. ഈ തീരത്ത് ഇങ്ങനെ വന്നിരുന്ന് വീട്ടിലെ പണികളൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനും നമ്മളെ മനസ്സിനൊക്കെ ഒരു സന്തോഷം കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ പൊക്ലായ് ബീച്ചിൽ കുറച്ച് നേരം വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ ഊഞ്ഞാലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ സംഘാടകർ. അവിടെ ദീപാവലിക്ക് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. അവരെ ദീപാവലി ആഘോഷങ്ങളൊക്കെ നല്ല വിപുലമായി നല്ല കെങ്കേമമായിട്ടാണ് അവർ നടത്തുന്നത്. അതിന് നമ്മളെ നാട്ടിലെ ജനങ്ങളും ഒരുവിധം നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കാരണം വെച്ചാൽ ഈ പൊക്ലായ് ബീച്ച് നവീകരിച്ചതിൻ്റെ ഒരു കാര്യം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ പിന്നെ ശിവസ്ഥാനം ക്ഷേത്രമുണ്ട്. അവിടെ വർഷത്തിൽ 3 പ്രാവശ്യം ബലികർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരുവിധം ആളുകൾക്കും ഈ ബീച്ചിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുവിധം ആളുകളും ഈ ഞായറാഴ്ച ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു ദിവസം അവിടെ വരുമ്പോൾ കല്യാണം നടക്കുന്ന കുട്ടികൾ വന്നിട്ട് ഈ സേവ് ദ ഡേറ്റിൻ്റെ ഒക്കെ വീഡിയോസുകൾ എടുക്കുന്നു. കല്യാണം കഴിഞ്ഞവർ വന്നിട്ട് ആൽബത്തിലേക്ക് വേണ്ടിയുള്ള വീഡിയോസുകൾ ഫോട്ടോസുകളൊക്കെ എടുക്കുന്നു. അങ്ങനെ ഭയങ്കരമായ ഡെവലപ്പായി കൊണ്ടിരിക്കണം നമ്മൾ പൊക്ലായ് ബീച്ച്. ഇനിയും കുറേയും കൂടി നവീകരിക്കാനുണ്ട്. അത് ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മകനായിട്ട് വന്ന് ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരണമെങ്കിൽ അവിടെ കുറച്ച് നേരം കുളിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം, അത്യാവശ്യം കടൽ ഭിത്തിയുടെ പുറത്ത് കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് നീന്തിയൊക്കെ കുളിക്കുക, പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. കുറച്ച് നേരം അവിടെ കാറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുക, നല്ല ഫോട്ടോസുകൾ എടുക്കുക, റീൽസുകൾ എടുക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ കയറുമ്പോൾ ഐസ് വാങ്ങി കഴിക്കേണ്ട കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുക്കുന്ന വണ്ടിക്കാരും അതിൻ്റെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി നമുക്ക് നല്ല നല്ല ഒരുപാട് ഫ്ലേവറുകളുള്ള കുറേ ഐസ്ക്രീമുകളുണ്ട്. അപ്പോൾ ഐസ്ക്രീം കഴിക്കുക. നല്ല ചെറിയ ചെറിയ നല്ല കടകൾ അവിടെ ഉണ്ട് ഇന്ന്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നുന്നപ്പനൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് ആ കടയിലേക്ക് നോടാം. നല്ല സ്നാക്സുകൾ കിട്ടും, ലൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ അവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ബജ്ജികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുട്ട ബജ്ജി, കായ ബജ്ജി, മുളക് ബജ്ജി, അതുപോലെ തന്നെ നല്ല ഉപ്പിലിട്ട മാങ്ങകൾ, ലൂബിക്ക, നെല്ലിക്ക, അങ്ങനെ മുതലായ കുറേ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ആളുകളൊക്കെ അത് അവിടെ നിന്ന് വാങ്ങിയൊക്കെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് കവറിലൊക്കെ ആക്കിയിട്ട്. പിന്നെ എല്ലാവർക്കും അവിടെ നിന്ന് ഒക്കെ വാങ്ങി കഴിക്കുക. നല്ല ടേസ്റ്റിലാണ് അവർ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിക്കുക. ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് അതൊരു ഉപജീവന മാർഗ്ഗം കൂടിയായി മാറിയിരിക്കുകയാണ് നമ്മളെ പൊക്ലായ് ബീച്ച്. അപ്പോൾ ഇന്ന് നമ്മളെ കൂളിമുട്ടംകാർക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി നമ്മളെ പൊക്ലായ് ബീച്ച് മാറിയിരിക്കുന്നു. അപ്പോൾ പൊക്ലായ് ബീച്ച് ഇത്രയും നവീകരിച്ചത് സത്യത്തിൽ എനിക്കത് ആരൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എന്നാലും അതിൻ്റെ സംഘാടകർ ആരായാലും ഇനി അത് പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളെ നാട്ടിൽ ഇങ്ങനെ അടുത്ത് ഇത്രയും നല്ലൊരു ബീച്ച് ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുകാർക്ക് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾ ഇനിയും പൊക്ലായ് ബീച്ചിൽ വരാത്ത ആളുകളുണ്ടെങ്കിൽ ഒരുവിധം ആളുകൾക്ക് വന്ന് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും അകലുള്ള ആൾക്കാർക്കും കൂടി ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് പൊക്ലായ് ബീച്ചിലേക്ക് വരണം. വൈകുന്നേരങ്ങളിൽ നല്ല അസ്തമയമൊക്കെ കാണാം. ഒരു ഉച്ചയാകുമ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ ഉല്ലസിച്ച് നമ്മളെ മനസ്സൊക്കെ ഒന്ന് ഫ്രഷാക്കി കഴിഞ്ഞിട്ട് വൈകുന്നേരം നല്ല സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കണ്ട് നമുക്ക് നല്ല ഫ്രഷ് മൈൻഡായിട്ട് നല്ല സന്തോഷത്തോടു കൂടി നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാൻ കഴിയും. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ പൊക്ലായ് ബീച്ച് ഇതിനേക്കാളും നല്ല മനോഹരമായി ഡെവലപ്പാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ വീഡിയോ ഒന്ന് കാണുന്നവർ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. Thank you.